ഈ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ പത്മനാഭൻ ശയിക്കുകയാണ്. 3 ശ്രീകോവിൽ അല്ലേ നടവന് ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഏത് തരത്തിൽ പത്മനാഭനെ ദർശിക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ ഈ തിരുവനന്തപുരത്തുകാർക്കറിയാം. അവിടെ വിട്ടുവരുന്ന, കാരണം ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നുണ്ട്. പലർക്കും സംശയമാണ് ഏത് തരത്തിലാണ് അവിടുത്തെ ദർശനം എന്നുള്ളതിൽ. എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാം? കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിരിക്കുന്ന, ഞാൻ ചിലപ്പോൾ പഠിക്കുന്ന സമയം തൊട്ടേ അല്ലെങ്കിൽ ഞാൻ കുട്ടിയായിരുന്ന സമയം തൊട്ടേ ഞാൻ പത്മനാഭനെ തൊഴാൻ പോകുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ നരസിംഹമൂർത്തിയുടെ അടുത്ത് പോവുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ദർശനം നടത്തിയതിന് ശേഷം ശിരസ് ദർശിക്കുക, പിന്നെ ഉടൽ ദർശിക്കുക, പിന്നെ പാദം ദർശിക്കുക എന്നുള്ള രൂപത്തിലാണത് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു രീതിയാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. ആ രീതി ഒരു സിസ്റ്റമായിട്ട് കാലാകാലങ്ങളുള്ള നിലനിന്ന് പോകും. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുത്തി ഇപ്പോൾ തിരിച്ചായി. അതായത് ഇപ്പോൾ പാദം ദർശിച്ച് ഉടൽ ദർശിച്ച് ശിരസ് ദർശിച്ച് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവിടുത്തെ അതോറിറ്റീസ് അത് മാറ്റി. അതെന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആൾക്കാരെ തൊഴിപ്പിക്കുന്നുള്ള ബുദ്ധിമുട്ടുകളും എന്തൊക്കെ ആയിരിക്കാം. പക്ഷേ അത് തന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ടാണോ ചെയ്തത്, ശരിക്കും താന്ത്രികമായിട്ടുള്ള വിധി അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് എന്ന് കാര്യം ഞാനൊരിക്കൽ അവിടെ ഇപ്പോൾ തൊഴാൻ പോകുന്നതുകൊണ്ട് ഞാനൊരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, തന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു തന്ത്രി എടുത്ത് ആലോചിക്കാതെ ചെയ്തുകൊണ്ട് തന്ത്രി ആരെങ്കിലും വരട്ടെ അപ്പം ഞാൻ പറയാം എന്നുള്ള രീതിയിലാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം തന്ത്രി അത് സമ്മതിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല, കാരണം അതൊക്കെ ആന്തരികമായിട്ട് അവരുടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ആ പ്രാക്ടിക്കൽ തീരുമാനം റിലീജിയസ് ആയിട്ട് കറക്റ്റാണോ എന്ന് ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തണമെങ്കിൽ വരുത്തേണ്ടതും തന്ത്രിയാണ്, അമ്പലത്തിലെ തന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതുകൊണ്ടാകാം ഇതിപ്പോൾ അങ്ങനെ തന്നെ നടന്നു പോകുന്നു, ചിലപ്പോൾ അതായിരിക്കാം ശരി. പക്ഷെ ഞാൻ കണ്ട ഒരു ചുറ്റെന്ന് പറയുന്നത് നമ്മുടെ ശിരസ് കണ്ട് ഉടൽ കണ്ട് പാദം നമസ്കരിച്ച് പുളിയിൽ പുറത്തോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഞാൻ വിചാരിക്കുന്നത് അത് തന്നെയാണ് ഒരു കറക്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. ആക്ച്വലി ഇത് പറയേണ്ട ആളെന്ന് പറയുന്ന അദ്ദേഹം അത് പറയണം, എന്താണ് അതിൻ്റെ കറക്റ്റ് സിസ്റ്റം എന്നുള്ളത്. ഇപ്പം നടക്കുന്നത് പാദം ഉടൽ ശിരസ് എന്നുള്ളതാണ്. എത്രമാത്രം അത് ശരിയാണോ അല്ലെങ്കിൽ എത്രമാത്രം അത് തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെല്ലാത്തിനും ഒരു രീതി, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അതാണ് ശരിയെന്ന് കണ്ടതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് ചെയ്തു പോയി. കാരണം അത് അവർക്ക് മേ ബി ഈ ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനും വരുന്നവരെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാനും അവരുദ്ദേശിച്ച അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു രീതിയായിരിക്കാം. ഓരോ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നതിനുള്ള ഒരു മനസ്സും പ്രത്യേകതയും ഒക്കെ അവർ ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കും. ഇപ്പോഴത്തെ സുരക്ഷാ സംവിധാനം അനുസരിച്ച് മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കാം അവരത് മാറ്റിയത്. ഈ സുരക്ഷാ സംവിധാനത്തിൽ തന്നെ നമുക്ക് കുറേയൊക്കെ പിന്നെ അതും കോൺട്രവേഴ്സിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ചർച്ചകൾ നടന്ന സമയത്ത് അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ച ഒരാളെന്ന നിലയ്ക്ക് അന്നത്തെ നമ്മുടെ പോലീസ് മേധാവിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിനൊരു പോലീസ് സംവിധാനം എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അതിൽ കൂടുതൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക്. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ഒരു അമ്പലത്തിന് കൊടുക്കണം. നമുക്കിന്നിപ്പോൾ ആറ്റുകാൽ എടുത്താലും ശരി, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് തിരുവനന്തപുരത്തുള്ള ക്ഷേത്രങ്ങൾ എടുത്താലും ശരി, ഇത്രമാത്രം ഒരു പോലീസ് സേന അവിടെ ഇല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള വിലപിടിപ്പ് ശബരിമലയിലുണ്ട്. പക്ഷെ അത് ശ്രീകോവിലിന് ചുറ്റിനുമല്ല, അത് പുറത്തേക്കാണ് വരുന്നത്. കാരണം ക്രൗഡ് മാനേജ്മെന്റ്. അതെ, ക്രൗഡ് മാനേജ്മെന്റ് ഇവിടെ അതിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ഒരു സംഭവങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് ആരുടെ ഒരു രീതിയാണെന്നൊന്നും ഞാൻ അതിനൊന്നും കമ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എഗെയിൻ ഞാൻ പറയുന്നതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അവരുടെ ഈസി ആയിട്ടുള്ള കൺട്രോളിന് വേണ്ടിയിട്ട് എടുത്ത തീരുമാനങ്ങളാകാം. ആ തീരുമാനം ശരിയാണോ എന്ന് ചോദിച്ചാൽ, പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അമ്പലത്തിൻ്റെ അകത്ത ഭാഗങ്ങളിൽ ഒരു റിലീജിയസ് ആയിട്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട സാധനങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം നിർത്താവൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഇത് കമ്മിറ്റിക്കാർ തീരുമാനിച്ചനുസരിച്ചായിരിക്കാൻ നിർത്തുന്നത്. അവരുടെ ഉദ്ദേശങ്ങൾ പലതാണ്. സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നടത്തണം എന്ന് അവർ തീരുമാനിക്കുന്നത്. അതിനൊരു SOP ഉണ്ടാക്കി, ഒരു സ്റ്റാൻഡിങ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി, ആ പ്രൊസീജിയർ അനുസരിച്ച് ചിന്തിച്ച് ചെയ്ത ഒരു കാര്യമാകാം. അവർ കറക്റ്റായിരിക്കും അവരുടെ ഭാഗത്ത്. ഈ നിലവറകളുടെ ഈ പ്രശ്നം ഇതിലൂടെ ഈ തൊട്ടപ്പുറത്ത് ഈ വ്യാസനും അശ്വത്ഥമാവുമുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പം പലരെയും വിടുന്നില്ല എന്നാണ് തോന്നുന്നത്. അല്ല, സാധാരണഗതിയിൽ എല്ലാവരും വിടുന്നുണ്ട്. എന്തെങ്കിലും പൂജകൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളൂ.
ഇത് വേറെ ഒരു സംഭവം ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ അമ്പലത്തിലെല്ലാ വ്യാഴാഴ്ചയും ഇപ്പോൾ തൊഴാൻ പോകുന്നുണ്ട്. അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ വെളിയിൽ നിന്നൊക്കെ വരുന്നവർ പലരും തൊഴാനല്ല വരുന്നത്. ആദ്യം അതിൽ നിലവറ എവിടെയെന്നാ ചോദിച്ചത്. നിലവറയും മറ്റേ സ്വർണ്ണമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. നിങ്ങൾ തൊഴാൻ വന്നെങ്കിൽ തൊഴുതിട്ട് പോവുക. അത്ര കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആണുന്നവരൊക്കെ അതെവിടെ ഇതെവിടെയെന്ന് ചോദിക്കുന്ന ഒരു ഇൻക്യൂസിറ്റീവ്നെസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ അശ്വത്ഥമാവിൻ്റെ അവിടുത്തെ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിൽ അവർ നിലവറ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നിലവറ ചുറ്റിപ്പറ്റി നിൽക്കുകയുള്ളൂ, തൊഴാനല്ല വരുന്നതെന്ന് നമുക്ക് കാരണം. അപ്പം അവിടെ നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആകണം. അറിയാമെന്നുള്ള ആൾക്കാർ അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇല്ലെങ്കിൽ അത് അറിയാൻ പാടില്ല. അപ്പം അവിടെയൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും പെട്ടെന്ന് ആർക്കും കയറി കാണാനൊന്നും പറ്റില്ല. ഞാനത് കണ്ടതുകൊണ്ട് പറയുകയാണ്. അതിൻ്റെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ആലോചിച്ച് തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെയുള്ള അമ്പലങ്ങളിൽ അവിടെ വെച്ച് ആൾക്കാരെ തൊഴാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അമിക്കസ് ക്യൂറി വന്നപ്പം ഈ ഇതേ അശ്വത്ഥമാവിൻ്റെ മുമ്പ് ഇരുന്നാണല്ലോ അദ്ദേഹം പൂജ ചെയ്തത്. അതെ. അതുകൊണ്ട് ഈ തുറന്ന നിലവറയിലെ ശേഖരം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഭഗവാന്റെ കാരുണ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഉണ്ട്, കുറേയുണ്ട്. അതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ര കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനൊന്നും ആഗ്രഹിക്കുന്നത് അല്ല. അത് വളരെ നമ്മൾ ഒരു ദൈവീകമായിട്ട് കാണുന്ന ഒരു സാധനം തന്നെയാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ടെടുത്ത് പല കാര്യങ്ങൾക്കും കൊടുത്തത്. ഇത് ഈ കാരണം ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഉത്സവ സമയത്ത് ഇതിൽ കുറേ സാധനങ്ങൾ പുറത്തു വരും. അത് ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അന്നൊക്കെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെയാണ് അവിടെ നിന്നത് കൺട്രോൾ ചെയ്ത് എടുത്ത് കൊടുക്കുന്നതും തിരിച്ചെടുത്ത് വയ്പ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് ആ അമ്പലത്തിൽ കിട്ടും. ഞാൻ എൻ്റെ വലിയൊരു ശേഖരം കണ്ട് ഞെട്ടിപ്പോയില്ലേ? എനിക്കറിയാം. എനിക്ക് ഞെട്ടലിനേക്കാൾ കൂടുതൽ എനിക്കതൊരു ഷോക്കായിരുന്നു. ഒരു പേടി പോലെ തോന്നുന്നുണ്ട്. ഭഗവാന്റെ കാര്യം ഞാൻ തൊടാൻ പാടുണ്ടോ എന്ന് പറയൊക്കെ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ തൊടാനുള്ള ഒരു അനുവാദം എനിക്ക് തന്നതുപോലെയാണ് ഞാൻ അവിടെയൊക്കെ ഇറങ്ങിപ്പോയി തൊടാനും അതൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം എനിക്കുണ്ടായത്. കാരണം ഒരു നിലവറ തുറന്ന് രാവിലെ ആൾക്കാർക്ക് അത് ചെക്ക് ചെയ്തിരിക്കാനുള്ള ഒരു കൊടുക്കണമെങ്കിൽ നമ്മളെടുത്ത് കൊടുത്താലേ പറ്റുള്ളൂ. അവരുടെയൊക്കെ ഹെൽപ്പുണ്ട്. എന്നാലും നമ്മുടെ ഒരു സൂപ്പർവിഷനിലായിരിക്കണം അത് തുറക്കേണ്ടത്. അതിൻ്റെ കീ നമ്മുടെ അടുത്താണ് ഉള്ളത്. 2-3 പേരുടെ കീ ഉണ്ട്. അതിൽ ഒരു കീ എൻ്റെ അടുത്ത് ഞാനവിടെ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു കൊടുക്കേണ്ട ഒരു അവസരം ഭഗവാനായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നുവെങ്കിൽ ഞാനതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ദൈവികമായിട്ടുള്ളൊരു ശക്തി എനിക്ക് അത് തന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. അന്നൊക്കെ അവിടെ കുറേയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഈ പത്മനാഭസ്വാമി കിടക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. ഈ അധികം പ്രകാശം. പത്മനാഭസ്വാമി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഞാൻ അല്ലെങ്കിൽ ആ ഫേസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നിന്നപ്പോൾ അത് ചെയ്തയാൾ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സാറേ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അകത്ത് നിന്ന് ഒരു ടോർച്ച് അടിച്ച് എനിക്ക് മുഖം ഇങ്ങനെ കാണിച്ചു തരിക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ഇന്ന് കാണാൻ കഴിഞ്ഞത്. പത്മനാഭസ്വാമിയുടെ മുഖം വളരെ ഭംഗിയായിട്ട് അന്ന് എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് അവിടെ പോയ ആ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അതൊന്നും എനിക്ക് ആൾക്കാരെ പറഞ്ഞ് അറിയിപ്പിക്കാനൊന്നും സാധിക്കാത്ത തരത്തിലുള്ള അപാരമായിട്ടുള്ള ശക്തികൾ എന്നെ സഹായിച്ചിട്ട് ഞാനിത് സത്യം പറയും. അത് ഏത് തരത്തിലായാലും ഞാൻ ചിലപ്പോൾ രാവിലെ പോയിട്ട് രാത്രി 12 മണി 1 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത് മുറജപത്തിൻ്റെ സമയം കൂടെ. അതെ. ആ ഒരു മുറജപം 2013-14 2013-14 മുറജപം നടക്കുന്ന സമയമാണ്. ആ മുറജപത്തിന് ഞാനെല്ലാം പഠിച്ച് എനിക്കറിയില്ല മുറജപം എന്തായിരുന്നു. ഞാൻ ചുറ്റുപാടുമുള്ള ആളുകളോട്ടൊക്കെ സംസാരിച്ച് അവിടുത്തെ വിശ്വാസികളോട്ടൊക്കെ സംസാരിച്ച് തമ്പുരാനുമായിട്ടൊക്കെ സംസാരിച്ച് എന്താണ് മുറജപം പിന്നെ അത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മുറജപം ഒന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ അന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. എൻ്റെ അടുത്ത് പല ആളുകൾ ഇപ്പോഴും പറയാറുമുണ്ട് അവിടുത്തെ ചുറ്റുപാടുള്ള ആൾക്കാർ. അങ്ങനെയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായത് തന്നെ ഒരു ദൈവീകമായിട്ടുള്ള ഒരു ശക്തി എന്നെ അനുവദിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തുറക്കുന്നതിന് മുമ്പ് ഇതിൽ ഇത്രയും വലിയൊരു ശേഖരം ഉണ്ടാകും എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ അത് തുറന്ന സമയത്ത് അങ്ങനെ ഒരു ശേഖരമുണ്ടെന്ന് ഇത്രയും വലിയൊരു ശേഖരമുണ്ടെന്ന് പലർക്കും അറിയാൻ കഴിഞ്ഞിരിക്കില്ല. കാരണം അതൊരു ഒരു സീക്രട്ടായിട്ട് തന്നെ ആയിരുന്നു. അവിടെ ഇത്രയും വലിയൊരു ശേഖരം ഉണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ അത് തുറന്നു കഴിഞ്ഞ്
അതിൻ്റെ ഒരു കണക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ശേഖരം, എന്തോ വലിയൊരു ശേഖരം ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ അത് കൃത്യമായിട്ട് അറിയാനായിട്ട് പലർക്കും അന്ന് സാധിച്ചിട്ട് പിന്നെ അത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ബി നിലവറയിലും ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബി നിലവറ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അതിൽ കുറച്ച് എത്ര വലിപ്പം ഉണ്ടെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ആ തുറക്കാത്ത ഏരിയ എത്ര വലിപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ എത്രമാത്രം വയ്ക്കാനുണ്ടെന്നും എത്രമാത്രം ഇരിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഏതാണ് അവിടെ ഇരിക്കുന്നതെന്നും ഏത് ശക്തിയാണ് അവിടെ ഉള്ളതെന്നൊന്നും കമ്മിറ്റി ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത് തുറന്ന് കണ്ടാലല്ലേ കമ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് ഒരിക്കലും ഇത് ഇവിടെ നിലവറ, ഇത് ഈ ഭാഗത്ത് നിലവറയുണ്ട്, ഈ ഭാഗത്ത് നിലവറയുണ്ട് എന്നൊന്നും അവർക്ക് അങ്ങനെ ഒരു ഷോ കൊടുക്കുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ പറയാനും പാടില്ല. സെക്യൂരിറ്റി പാർട്ട് ഓഫ് വ്യൂവിൽ അത് പറഞ്ഞു കൊടുക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പോഴും. അത് നിലവറ എവിടെയാണെന്ന് തന്നെ പലർക്കും അറിയില്ല. അതങ്ങനെ തന്നെ പോകണം. കാരണം അതൊരു ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു എക്സിബിഷനോ നടത്താൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോഴാണ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് സെക്യൂരിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഡൈല്യൂഷൻ ഉണ്ടായിക്കൂടുന്നില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്ന് നിലനിൽക്കുന്ന ഭാഗത്ത് പലരും അത് അറിയേണ്ട ആവശ്യമില്ല, അറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.